Welcome to Study Table. My name is Angela. Today, we're going to see the second chapter, that is cell clusters. This is the part 1 of the chapter. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ക്ലസ്റ്റേഴ്സ്, അതായത് കോശജാലങ്ങൾ എന്ന പാഠഭാഗമാണ്. ഇതിന്റെ ആദ്യത്തെ പാർട്ടാണ് എക്സ്പ്ലനേഷന്റെ. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്, അതുപോലെ ടിഷ്യൂസ് ഫ്രം എ സിംഗിൾ സെൽ, സ്റ്റെം സെൽസ് ആൻഡ് ആനിമൽ ടിഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങളൊക്കെ കണ്ടായിരിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിന്റെ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരും ഈ ഒരു ചാപ്റ്ററും. ഓക്കെ, അതിന്റെ ബാക്കിയാണ്. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കോശം എന്താണെന്ന് കണ്ടു, കോശ സിദ്ധാന്തം കണ്ടു അല്ലെ, കോശത്തിലെ കോശാംഗങ്ങളെ കണ്ടു, അവരുടെ ധർമ്മങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ജന്തുകോശം, സസ്യകോശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? എന്നാൽ നമുക്ക് നോക്കാം, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കോശജാലങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഒരു കുട്ടി എന്ത് ഡൗട്ടാ പറയുന്നത്? ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറെന്റ് ആർ ദ ഐ, നോസ് ആൻഡ് ടങ്. അതായത് ഈ കുട്ടിയുടെ ഒരു ഡൗട്ടാണ്. നോക്കിയേ, ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കണ്ണും മൂക്കും നാക്കും എല്ലാം എത്ര വ്യത്യാസം എങ്ങനെ വരുന്നത്? ഇതിനൊക്കെ എങ്ങനെ ഷേപ്പിന് വ്യത്യാസം ഇല്ലേ അല്ലേ? എന്റെ എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും വ്യത്യാസമാണ് അല്ലേ? ഡിഡ് യു നോട്ടീസ് ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഉണ്ണിക്കുട്ടന്റെ സംശയം? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടായിരിക്കും ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്നത്? എല്ലാം കോശങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മുടെ ശരീരം മൊത്തം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ എങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണാനിരിക്കുന്നത്? ആർ ദ സെയിം ടൈപ്പ് ഓഫ് സെൽസ് സീൻ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത്? Analyze the illustration and description given below and write down the inferences in your science diary. നോക്കിയേ, ഈ illustration നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ നോക്കിയേ, ഈ ചിത്രീകരണത്തിലും ഈ വിവരണവും ഒക്കെ വിശകലനം ചെയ്ത് നമുക്ക് ഒരു നിഗമനം നമുക്ക് നടത്താം. നോക്കിയേ, നെർവ് സെൽസ് ഉണ്ട്, നാഡീകോശങ്ങളുണ്ട്, ബോൺ സെൽസ് അസ്ഥികോശങ്ങളുണ്ട്, പിന്നെന്താ മസിൽ സെൽസ് പേശികോശങ്ങളുണ്ട്, അതുപോലെ ബ്ലഡ് സെൽസ് രക്തകോശങ്ങളും ഉണ്ട്. അങ്ങനെ എത്ര തരം സെൽസ് നമ്മളിവിടെ കണ്ടതല്ലേ? നോക്കിയേ, എത്ര തരം സെൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത് നിങ്ങൾ കണ്ടോ? ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് പാർട്ടില്, നെക്സ്റ്റ് പേജിൽ എന്താ ഇവിടെ കാണിക്കുന്നത്? യെസ്, ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. യെസ്, നമ്മളുടെ കോശങ്ങളുടെ വൈവിധ്യം. ഓക്കെ, എന്തുമാത്രം വൈവിധ്യങ്ങളുള്ളത് കോശത്തില്? ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗവും, ഈച്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? There are about 200 different kinds of cells like nerve cells, muscle cells, blood cells, bone cells, etc. in the human body. അതായത് നാഡീകോശങ്ങള്, പേശികോശങ്ങള്, രക്തകോശങ്ങള്, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. എന്തുമാത്രം, എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത് അല്ലേ? അതാണ് ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. കോശങ്ങളിൽ എന്തുണ്ട്? വൈവിധ്യമുണ്ട്. ഓക്കെ, what a wonder our body is. How do millions of such cells function effectively without getting messed up? നോക്കി, ഈ കുട്ടി എന്താ പറയുന്നത്? എന്തൊരു മഹാത്ഭുതമാണല്ലേ ഈ ശരീരം! ഈ കോടാനുകോടി കോശങ്ങളെല്ലാം കൂടിക്കുഴയാതെ എങ്ങനെയാണാവോ ഇത്ര കൃത്യമായി പ്രവർത്തിക്കുന്നത് അല്ലേ? നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഡൗട്ട് അല്ലേ? സോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഭാഗത്തിൽ എന്താ പറയുന്നത്. Yes, the human body is indeed a wonder. അതെ, മനുഷ്യ ശരീരം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. The well-being of the human body depends on systematic and regulated action of the cells. അതായത് കോശങ്ങളുടെ ക്രമീകരണവും അതേപോലെ നിയന്ത്രിതവും ഒക്കെയാണ് നമ്മുടെ പ്രവർത്തനമാണ് ശരീരത്തിന്റെ സുസ്ഥിതിക്ക്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വെൽബീയിങ്ങിന് ഡിപ്പെൻസ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, ക്രമീകൃതവും അതേപോലെ നിയന്ത്രിതവുമായ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർ സെൽസ് ഫങ്ഷൻ ടുഗദർ ഇൻ ഗ്രൂപ്സ് നോട്ട് സെപ്പറേറ്റ്ലി. അതായത് കോശങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നോട്ട് സെപ്പറേറ്റ്ലി. കണ്ടോ, ഒറ്റയ്ക്കല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരെങ്ങനെയാണ്? സമാന കോശങ്ങൾ, അതായത് സിമിലർ സെല്ലാണ് അവർ എന്ത് ചെയ്യുന്നത്? യെസ്, അവർ കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സച്ച് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. ഇത്തരം കോശജാലങ്ങളെ, ഇത്തരം ക്ലസ്റ്റേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, ടിഷ്യൂസ്, കലകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടിഷ്യൂസ്, എന്താണ് കലകൾ?
Tissues are groups of similar cells that have a common origin and perform specific functions. അതായത് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ്, അവരുടെ ഗ്രൂപ്പാണ് എന്ത്? ടിഷ്യൂസ്. There are different kinds of tissues in multicellular organisms like plants and animals. അതായത് ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. Okay. The coordinated actions of these tissues helps in performing different physiological functions effectively. അതായത് ഈ വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. Okay. Have you observed the muscle cell and nerve cell in illustration 2.1? നമുക്ക് തന്നിരിക്കുന്ന ചിത്രീകരണത്തിൽ 2.1 നിങ്ങൾ പേശികോശം നാഡീകോശം നിങ്ങൾ നിരീക്ഷിച്ചോ? Though both are cells, they differ so much in appearance. രണ്ടും കോശങ്ങളാണല്ലേ, എങ്കിലും കാഴ്ചയിൽ അവർ എത്ര വ്യത്യസ്തമാണ് കാണാൻ അല്ലേ? What may be the reason for the differences? എന്താകാം ഈ വ്യത്യസ്തതയ്ക്ക് അടിസ്ഥാനം എന്തായിരിക്കും? How do these differences influence the physiological functions? അതായത് ഇത് ജീവധർമ്മങ്ങളുടെ നിർവ്വഹണത്തെ എങ്ങനെയാവും സ്വാധീനിക്കുന്നത്? Conduct a discussion on the description given below on the basis of the indicators. Okay. Okay, from a single cell, അല്ലേ? Our body is developed from a single cell called zygote. അതായത് ഒറ്റ കോശത്തിൽ നിന്നും, from a single cell എന്ന് പറഞ്ഞാൽ ഒറ്റ കോശത്തിൽ നിന്നും നമ്മുടെ ശരീരം എങ്ങനെയാണ് രൂപം പ്രാപിച്ചത്? സിക്താണ്ഡം എന്ന ഒറ്റ കോശം വഴിയാണ് രൂപാന്തരം പ്രാപിച്ചത്. Okay. The zygote undergoes continuous divisions and forms a fetus consisting cells of different shape, size and content. അതായത് ഈ സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും എല്ലാം വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഒരു ഭ്രൂണമായിട്ടാണ് മാറുന്നത്, ഒരു ഫീറ്റസ് ആയിട്ടാണ് മാറുന്നത്. Okay. Fetal cells gradually attain change in structure and function. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി എന്ത് പറ്റുന്നു? അവരുടെ ഘടനയിലും അവരുടെ ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. This process is known as cell differentiation. ഈ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? കോശ വൈവിധ്യവൽക്കരണം. Okay. അപ്പം സൈഗോട്ട് സിക്താണ്ഡം എന്തായി മാറുന്നു? ഫീറ്റൽ സെൽസ് ആയിട്ട് മാറുന്നു അല്ലെ, ഭ്രൂണകോശങ്ങളായി മാറുന്നു. നോക്കിക്കേ, വൈവിധ്യവൽക്കരണപ്പെട്ട കോശമാണ് അല്ലെ, ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്, അതായത് വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ്. ഓക്കെ, ഇവിടെ നോക്കി ഇത് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്, അതായത് ഭാഗികമായി എന്ത് പറ്റിയിട്ടുണ്ട്? ഇവിടെ വൈവിധ്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എത്ര സെൽസ് ഉണ്ട്? നെർവ് സെൽസ്, ബോൺ സെൽസ്, ബ്ലഡ് സെൽസ് ആൻഡ് മസിൽ സെൽസ്. നാഡീകോശങ്ങളും അസ്ഥികോശങ്ങളും രക്തകോശങ്ങളും പേശികോശങ്ങളും ഇതെല്ലാം എന്താണ്? കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. ഇവയെല്ലാം പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. ഓക്കെ, സോ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എന്തൊക്കെ സൂചനകൾ കൊടുത്തേക്കുന്നത്? ഫോർമേഷൻ ഓഫ് ഫീറ്റസ്, എങ്ങനെയാണ് ഭ്രൂണത്തിന്റെ രൂപീകരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻസിയേഷൻ, അതായത് കോശ വൈവിധ്യവൽക്കരണത്തിന്റെ പ്രാധാന്യം. ഓക്കെ, സോ നെക്സ്റ്റ് പേര് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? A giant leap in stem cell research, അതായത് വിത്ത് കോശ ഗവേഷണ രംഗത്ത് വൻ മുന്നേറ്റം. നോക്കാം എന്താണെന്ന്. What are these stem cells? എന്തായിരിക്കും വിത്ത് കോശങ്ങൾ? Are they the cells within seeds? അതായത് വിത്തിനുള്ളിലെ കോശങ്ങളായിരിക്കുമോ ഈ വിത്ത് കോശങ്ങൾ? നോക്കാം. സയൻസ് ഹാസ് സക്സീഡഡ് ഇൻ ആർട്ടിഫിഷ്യലി ഡെവലപ്പിംഗ് ടിഷ്യൂസ് ഫ്രം സ്റ്റെം സെൽസ്, അതായത് വിത്ത് കോശങ്ങളിൽ നിന്ന് കലകളെ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിൽ ശാസ്ത്രലോകം വിജയം വരിച്ചിട്ടുണ്ട്. ഓക്കെ, a lot of research has gone into this achievement which would become a milestone in the field of medicine. അതായത് ഏറെ നാളത്തെ ഗവേഷണ ഫലമായാണ് വൈദ്യശാസ്ത്ര രംഗത്തെ നാഴികക്കല്ലായി മാറാവുന്ന ഈ പരിശ്രമം വിജയം കൈവരിച്ചത്. ഓക്കെ, ഹാവ് യു നോട്ടീസ് സ്നേഹാസ് ഡൗട്ട് അബൌട്ട് ദ ന്യൂസ് ക്ലിപ്പിംഗ്? ഈ ഒരു പത്രവാർത്ത കണ്ടിട്ട് സ്നേഹയുടെ സംശയം നിങ്ങൾ കണ്ടോ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഇമ്മൻസ് പോപ്പുലാരിറ്റി ഗെയിൻ ബൈ സ്റ്റെം സെൽസ്? എന്തായിരിക്കും വിത്ത് കോശങ്ങൾക്ക് ഇത്ര വാർത്താ പ്രാധാന്യം ലഭിക്കാൻ കാരണം? Have a discussion on the description given below on the basis of the indicators. Okay, അപ്പൊ നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്താണ് ഈ സ്റ്റെം സെൽ അല്ലേ? എന്തായിരിക്കും ഈ വിത്ത് കോശം എന്ന് പറയുമ്പോൾ? നോക്കാം, സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? Yes, stem cells are specialized cells that can transform into any kind of cells. അതായത് ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് എന്ത്? വിത്ത് കോശങ്ങൾ. ഓക്കെ, stem cells undergo constant differentiation and get transformed into other kinds of cells. അതായത് ഇവ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ stem cells can either get transformed into other cells through division or exist as such.
നോക്കിക്കേ, ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ഓക്കെ, അത് എന്ത് പറ്റുന്നു? സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻഷിയേഷൻ, അതായത് ദീർഘമായ വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് എന്ത് പറ്റുന്നത്? ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻടു അതർ കൈൻഡ് ഓഫ് സെൽ. ഈ സ്റ്റെം സെൽസ്, അതായത് ഈ വിത്ത് കോശങ്ങൾ എന്ത് സംഭവിക്കുന്നത്? യെസ്, അവ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ഓക്കെ, സോ വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ തന്നെ തുടരാനോ ഉള്ള കഴിവുണ്ട്. നോക്കിക്കേ, into other cells through division or exist as such. Exist as such എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് കോശമായി തന്നെ തുടരാനും പറ്റും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോശമായി മാറാനും ആർക്ക് പറ്റും? ഈ സ്റ്റെം സെൽസിന് പറ്റും. ഓക്കെ, when the cells in the tissue get destroyed, new cells develop from the stem cells. അടുത്ത ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, കലകളിലെ കോശങ്ങൾ, ടിഷ്യൂവിലെ കോശങ്ങൾ, സെല്ല് നശിക്കുമ്പോൾ എന്ത് പറ്റും? അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ സ്റ്റെം സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. അതായത് മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്? വിത്ത് കോശങ്ങളുണ്ട്. ഓക്കെ, സ്റ്റെം സെൽസ് എവിടേക്കെന്ന് മനസ്സിലായോ? Nowadays, science can develop the desired type of cells from stem cells in research centers under specific laboratory conditions. അതായത് ഇപ്പോഴൊക്കെ ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്ത് കോശങ്ങളിൽ നിന്ന് അഭിലഷണീയ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. ഓക്കെ, so it is expected that the research of stem cells can bring about miraculous change in the treatment of blood cancer, diabetes, Parkinson disease, etc. അതായത് നമ്മുടെ രക്താർബുദം, അതുപോലെ പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്ത് എന്നിവയിലൊക്കെ എന്ത് പറ്റും? വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുന്നതിൽ. ഇതിലൊക്കെ എന്തിന് നല്ല സ്കോപ്പ് ഉണ്ട്? വിത്തുകോശ ഗവേഷണത്തിന് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് വിത്ത് കോശങ്ങൾക്കുള്ള സവിശേഷത എന്തൊക്കെയാ? How is the destruction of cells in tissues compensated? കലകളിലെ കോശങ്ങൾക്ക് നാശം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ? ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ തന്നെ ഈ ആൻസർ ഒക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ. Why is stem cell research gaining importance? എന്തുകൊണ്ടാണ് വിത്തുകോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത്? എന്തുകൊണ്ടാ? കാരണം ഈ ട്രീറ്റ്മെന്റ് എല്ലാം എന്ത് ഹെൽപ്ഫുൾ ആണ്? വിത്തുകോശ ഗവേഷണം ഹെൽപ്ഫുൾ ആണ്, അല്ലേ? Next, നോക്കിക്കേ, record the consolidation of your. Now let us read about the different types of animal tissues. നമുക്കിനി ജന്തുകലകളൊന്ന് നോക്കാം. ഓക്കെ, എപ്പിത്തലിയൽ ടിഷ്യൂ, അതായത് ആവരണകല. ആനിമൽ ടിഷ്യൂസിൽ എത്ര തരം ടിഷ്യൂ ഉള്ളത്? ജന്തുകലകളിൽ ഫസ്റ്റ് വൺ ആണ് എപ്പിത്തലിയൽ ടിഷ്യൂ, അതായത് ആവരണകല. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ഈ കലയാണ് എന്ത്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. ഓക്കെ, ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്ന എന്താണ്? എപ്പിത്തലിയൽ ടിഷ്യൂ ആണ്. പെർഫോംസ് ഫങ്ഷൻസ് such as protection, absorption and production of secretions, അതായത് സംരക്ഷണം, ആഗിരണം, അതുപോലെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്? എപ്പിത്തലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയേ, നെർവസ് ടിഷ്യൂ. നെർവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡീകല. ഓക്കെ, നാഡീകല കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. enables to respond identifying the changes inside and outside the body, അതായത് ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. റെസ്പോണ്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു? നെർവസ് ടിഷ്യൂ ആണ് സഹായിക്കുന്നത്. ഓക്കെ, ഇത് ഓരോ ടിഷ്യൂ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് ഒബ്ജക്റ്റീവ്സിലൊക്കെ വരാൻ വളരെ സാധ്യതയുള്ളതാണ്. യെസ്, നെക്സ്റ്റ് ഏതാണ്? മസ്കുലർ ടിഷ്യൂ അല്ലേ, അതായത് പേശികല. മസ്കുലർ ടിഷ്യൂൽ എന്തൊക്കെയുള്ളത്? കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് സങ്കോചിക്കാനും അതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? മസ്കുലർ ടിഷ്യൂലാണ്. ഓക്കെ, എനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി. അതുപോലെ നമ്മുടെ ശരീര ചലനം ഒക്കെ സാധ്യമാക്കുന്ന ഏത് ടിഷ്യൂ ആണ്? മസ്കുലർ ടിഷ്യൂ ആണ്. പേശികലയാണ് അത് സാധ്യമാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, either connects different tissues or act as a support to them. എന്താണ് യോജകകല? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് യോജകകല എന്താണ് ചെയ്യുന്നത്?
അല്ലെങ്കിൽ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ഇത് ചെയ്യുന്നു. ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് എക്സെട്ര ആർ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂ. ആരൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കുന്നത്? ബോൺ, നമ്മുടെ അസ്ഥികള്, അതുപോലെ തരുണാസ്ഥി, കാർട്ടിലേജ് തരുണാസ്ഥി, പിന്നെന്താ നാരുകല, ഫൈബ്രസ് ടിഷ്യൂ നാരുകല, ബ്ലഡ്, രക്തമൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ യോജക കലകളാണ്. ഓക്കെ. ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ അസ്ഥിയും തരുണാസ്ഥിയും ഒക്കെ ശരീരത്തിന് എന്ത് കൊടുക്കുന്നു? താങ്ങും സംരക്ഷണവും അതുപോലെ ആകൃതിയും കൊടുക്കുന്നു. ഫൈബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ എന്താ ചെയ്യുന്നത്? നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ. ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസസ്. അതുപോലെ പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ ആര് നിർവഹിക്കുന്നത്? ബ്ലഡ് ടിഷ്യൂ ആണ്. ഓക്കെ. അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് ഇച്ചിരൂടെ എന്താ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? As the name suggests, connective tissues bind other tissues together. അതായത് അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെയാണ്. അതിന്റെ പ്രധാന ധർമ്മം എന്താണ്? യെസ്, മറ്റ് കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് ആർക്കുള്ളത്? യോജക കല നിർവഹിക്കുന്നത്. ഓക്കെ. Tendons that connect muscles to the bones, ligaments that connect bones together, and fibrous tissues that hold the eyes and kidneys in the proper place are examples for connective tissues. കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അതുപോലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഇതൊക്കെ എന്താണ്? ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് യോജക കലകളാണ്. ഓക്കെ. അതുപോലെ ബോൺ ആൻഡ് കാർട്ടിലേജ് ഡാറ്റ കണക്റ്റീവ് ടിഷ്യൂസ് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് and provide shape, support and strength to the body. നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ കണ്ടില്ലേ? നമ്മളിവിടെ പറയുമല്ലോ ബോണും കാർട്ടിലേജ്, അതായത് അസ്ഥികളും തരുണാസ്ഥികളൊക്കെ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അതൊക്കെ തന്നെ. Besides they cover and protect internal organs. അതുപോലെ തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങളൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. Blood, the fluid tissue, also belongs to the group of connective tissues. അതുപോലെ നമ്മുടെ ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നതാണ്. ഓക്കെ. അതും ഇതിലാണ് ഉൾപ്പെടുന്നത്? യോജക കലയാണ്. എന്ത്? ബ്ലഡ്. Blood carries out various functions like transporting respiratory gases and nutrients, providing immunity, etc. എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലഡ് ചെയ്യുന്നത്? ശ്വസന വാതകങ്ങളുടെ പോഷകങ്ങളുടെയും സംവഹനം, അതുപോലെ രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് നമ്മുടെ രക്തം നിർവഹിക്കുന്നത്. ഓക്കെ. കണക്റ്റീവ് ടിഷ്യൂസ് ആർ ദ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് ദ ലാർജസ്റ്റ് ഇൻ നമ്പർ ഇൻ അവർ ബോഡി. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് എന്ത്? യോജക കലകൾ. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര ടിഷ്യൂസ് ആണ് കണ്ടത്? ആനിമൽ ടിഷ്യൂസിലെ ജന്തുകലകളിൽ എന്തൊക്കെയുള്ളത്? യെസ്, എപ്പിത്തലിയൽ ടിഷ്യൂ ഉണ്ട് അല്ലെ, ആവരണ കലയുണ്ട്. അതുപോലെ നെർവസ് ടിഷ്യൂ, നാഡീ കലയുണ്ട്. മസ്കുലർ ടിഷ്യൂ ഉണ്ട്, പേശി കലയും അതുപോലെ തന്നെ യോജക കലയും ഉണ്ട് അല്ലെ. അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്ന് നമ്മൾ ഇത്രയും തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ റീഡ് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. സോ ഇതിൽ ക്വസ്റ്റ്യൻസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷന്റെ അവസാനം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സഹായകരമായിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഓക്കെ. സോ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.